പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവരും എത്തിയില്ലേ? നോട്ട് ബുക്കും പെൻസിലും പിന്നെ ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞിരുന്നു. അതെ, കളിനോട്ടുകളും എടുത്തു വെച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ടീച്ചർ നിങ്ങളോടൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. കുസൃതി ചോദ്യമാണേ, ശ്രദ്ധിച്ച് കേൾക്കണം. പറയട്ടെ, ഒരു മരത്തിൽ 5 പക്ഷികൾ ഇരിക്കുകയായിരുന്നു. എത്ര പക്ഷികൾ? അതെ, 5 പക്ഷികൾ. അവരങ്ങനെ വളരെ സന്തോഷമായി ഇരിക്കുന്ന ആ നേരത്ത് ഒരു പക്ഷിപിടുത്തക്കാരൻ അതുവഴി വന്നു. ഈ പക്ഷിപിടുത്തക്കാരനെ കണ്ടിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അയാൾ കയ്യിലിരുന്ന തോക്കെടുത്ത് പക്ഷിയെ വെടിവെച്ചു. പാവം ഒരു പക്ഷി വെടികൊണ്ട് താഴെ വീണ് പിടഞ്ഞു. ഇനിയാണ് എനിക്ക് ഉത്തരം വേണ്ടത്. ഒരു മരത്തിൽ 5 പക്ഷികളുണ്ടായിരുന്നു. പക്ഷിപിടുത്തക്കാരൻ ഒരു പക്ഷിയെ വെടിവെച്ച് താഴേക്കിട്ടു. കുസൃതി ചോദ്യമാണെന്ന കാര്യം മറക്കരുത്. ഇനി മരത്തിൽ എത്ര പക്ഷികളുണ്ട്? ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. എത്രയാ? കുസൃതി ചോദ്യമാണെന്ന കാര്യം ടീച്ചർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 4 3 5? അതാ ഒരാൾ വേറൊരു ഉത്തരം പറഞ്ഞു. ഉറക്കെ പറയും, എല്ലാവരും കേൾക്കട്ടെ. എന്താ ഉത്തരം? അതെ, പക്ഷിപിടുത്തക്കാരൻ വെടിവെച്ചപ്പോൾ ഒരു പാവം പക്ഷി താഴെ വീണു. കണ്ട് പേടിച്ച പക്ഷികൾ അവിടെ ഇരിക്കുമോ അതോ പറന്നു പോകുമോ? അതെ, മരത്തിൽ പക്ഷികൾ ആരുമില്ല. പേടിച്ച പക്ഷികൾ വേഗം പറന്ന് ദൂരസ്ഥലത്തേക്ക് പോയി. കൂട്ടുകാരെ, നമ്മുടെ ഉണ്ണിക്കുട്ടനെ മറന്നില്ലല്ലോ അല്ലേ? ഒരു ദിവസം ഉണ്ണിക്കുട്ടനും അച്ഛനും കൂടി കടയിൽ പോയി. കൂട്ടുകാർ അച്ഛനോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം അല്ലെങ്കിൽ മുതിർന്ന ആരോടെങ്കിലും ഒപ്പം കടയിൽ പോകാറുണ്ടോ? ഇപ്പൊ കൊണ്ടുപോകാറില്ലല്ലേ? എന്നാൽ ഉണ്ണിക്കുട്ടൻ അച്ഛനോടൊപ്പം കടയിൽ പോയി. എന്ത് വാങ്ങാനാണ് പോയതെന്ന് അറിയോ? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കാം അവർ വാങ്ങാൻ പോയത്? നമുക്കിപ്പോ ഏറ്റവും അത്യാവശ്യം ഭക്ഷ്യസാധനങ്ങളാണല്ലേ? ശരിയാണ്, ഉണ്ണിക്കുട്ടനും അച്ഛനും പലചരക്ക് കടയിലാണ് സാധനങ്ങൾ വാങ്ങാൻ പോയത്. അവർ അവിടെ പോയിട്ട് അരി വാങ്ങിക്കാണും. പിന്നെന്തൊക്കെ വാങ്ങിക്കാണും? പറഞ്ഞോളൂ. എണ്ണ, പിന്നെയോ മുളക്, തേയില, പഞ്ചസാര, അങ്ങനെ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അവർ വാങ്ങിയിട്ട് ആരാ കാശ് കൊടുക്കുന്നത്? മുതിർന്നവരാണല്ലേ. നമ്മുടെ കൂടെ ആര് വരുന്നോ ആ മുതിർന്നവരാണ് കാശ് കൊടുക്കുന്നത്. ഇവിടെയും ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ കടക്കാരന് കാശ് കൊടുത്തു. ഇനി പറയുന്ന കാര്യം നന്നായി കേൾക്കണം. അത് അപ്പം തന്നെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുകയും വേണം. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ എത്ര രൂപയാണ് കടക്കാരന് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ടീച്ചർ ഓരോ നോട്ടുകളുടെയും എണ്ണം പറയാം. മക്കൾ അത് നോട്ട് ബുക്കിൽ എഴുതണേ. എഴുതിക്കോളൂ. 100 രൂപയുടെ 2 നോട്ടുകൾ, 10 രൂപയുടെ 17 നോട്ടുകൾ, 17 10 റുപ്പീസ് നോട്ട്, 1 രൂപയുടെ 5 നോട്ടുകൾ, 1 രൂപയുടെ 5 നോട്ടുകൾ.
എത്ര നോട്ടുകളാണ് കൊടുത്തത്? 100 റുപ്പീസിൻ്റെ 2 നോട്ടുകൾ. 10 റുപ്പീസിൻ്റെയോ 17. ഇനി 1 റുപ്പിയുടെയോ 5 നോട്ട്സ്. ഇത്രയുമാണ് കൊടുത്തത്. എന്താ മക്കൾ എഴുതിയത് ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം എത്ര രൂപയായിരിക്കും കൊടുത്തത്. നമ്മുടെ കയ്യിൽ കളിനോട്ടുകളുണ്ടല്ലോ. എഴുതിയതിനനുസരിച്ച് നോട്ടുകൾ ഒന്നെടുത്താലോ? ആദ്യം ഏത് നോട്ടുകൾ എടുക്കാം? 100 രൂപയുടെ. 100 രൂപയുടെ എത്ര നോട്ടുകളാണ്? നിങ്ങൾ കയ്യിലെടുക്കൂ. 100 രൂപയുടെ 2 നോട്ടുകൾ. 100 റുപ്പീസിൻ്റെ 2 നോട്ടുകൾ. ദാ 100 രൂപയുടെ 2 നോട്ടുകൾ. അത് പ്രത്യേകം ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കൂ. ഇനി ഏതാ? 10 രൂപയുടെ എത്ര നോട്ടുകളാ? 17. 17 എണ്ണം അല്ലേ? 10 രൂപയുടെ നോട്ടുകൾ എടുക്കൂ. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. തെറ്റിപ്പോയോ? സാരമില്ല, ഒരിക്കൽ കൂടി നമുക്ക് എണ്ണാം. ടീച്ചറിൻ്റെ കൂടെ നോട്ടുകളും കയ്യിലെടുത്ത് എണ്ണി നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. 10 രൂപയുടെ എത്ര നോട്ടുകളാ? 17 നോട്ടുകൾ. ഇനി ഏത് നോട്ടുകളാ കൊടുത്തത്? ബുക്കിലൊന്ന് നോക്കിക്കേ. അതെ, 1 രൂപയുടെ എത്ര നോട്ടുകളാണ്? 5 നോട്ടുകൾ. 1 രൂപയുടെ നോട്ടുകൾ എടുക്കൂ. ദാ നോക്കൂ, 1 രൂപയുടെ എത്ര നോട്ടുകൾ? 5. എണ്ണാം. 1 2 3 4 5. 1 രൂപയുടെ 5 നോട്ടുകൾ. ഇത്രയും നോട്ടുകളാണ് ദാ ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ കടക്കാരന് കൊടുത്തത്. ഇത് ആകെ എത്ര രൂപയുണ്ട്? നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. 100 രൂപയുടെ 2 നോട്ടുകൾ, 10 രൂപയുടെ 17 നോട്ടുകൾ, 1 രൂപയുടെ 5 നോട്ടുകൾ. 200യോ? പറയാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടി ശ്രമിക്കാം. ആരോ അവിടെ ഉത്തരം പറഞ്ഞു. എത്രയാ? 375 ആണോ? അതെ, മിടുക്കരാണല്ലോ. ഇത്ര വേഗം പറയാൻ പറ്റി. കൊള്ളാം. എന്താ വിഷമിച്ചിരിക്കുന്നത്? പറയാൻ പറ്റിയില്ലേ? വിഷമിക്കണ്ട, ടീച്ചർ സഹായിക്കാം. നോട്ടുകൾ നമ്മുടെ കയ്യിലില്ലേ? നമുക്കതൊന്ന് എണ്ണി നോക്കാം. ഇനി എണ്ണുമ്പോൾ അതും കൂടി നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തണം. തുടങ്ങുകയല്ലേ? നേരത്തെ ഉത്തരം പറഞ്ഞവർ ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ എന്തെങ്കിലും പിശക് വന്നിട്ടുണ്ടോ എന്നറിയാലോ. ബാക്കിയുള്ളവരും നോട്ട് കയ്യിലെടുത്തേ. 100 രൂപയുടെ 2 നോട്ടുകൾ. എത്ര രൂപയായി? 2 നൂറുകൾ ചേർന്നാൽ 200. നോട്ട് ബുക്കിൽ എഴുതിക്കേ. 100 രൂപയുടെ 2 നോട്ടുകൾ. 200 രൂപ. എഴുതി കഴിഞ്ഞില്ലേ? ഇനിയോ? 10 രൂപയുടെ നോട്ടുകൾ. 10 രൂപയുടെ എത്ര നോട്ടുകളാ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ കൊടുത്തത്? എത്രയാ? 17. 17 അല്ലേ? എന്താ പറഞ്ഞത്? കൂട്ടങ്ങളാക്കാമെന്നോ? അതെ, നിങ്ങൾ ഓർത്തു അല്ലേ? മുൻപ് നാം പഠിച്ചതാണ്.
കൂട്ടങ്ങളാക്കി എളുപ്പത്തിൽ എണ്ണാം, വായിക്കാം എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൂട്ടങ്ങളാക്കാം? പറഞ്ഞോളൂ, നിങ്ങൾക്കറിയാം, പറയുന്നത് ശരിയാണ്, ഉറക്കെ പറയൂ. 10ഉം 7ഉം. ശരിയാണ്, 10ഉം 7ഉം. എന്തിനാ നമ്മളിങ്ങനെ കൂട്ടങ്ങളാക്കുന്നത്? നമുക്ക് ഇവിടെ എത്ര രൂപയാ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ കടയിൽ കൊടുത്തതെന്ന് വേഗത്തിൽ കണ്ടുപിടിക്കുന്നതിന് അല്ലേ? എണ്ണി നോക്കാം. എത്രയാ ആദ്യം മാറ്റിവെക്കേണ്ടത്? ശരിയാണ്, 10 രൂപയുടെ 10 നോട്ടുകൾ അല്ലേ? നോക്കാം, ടീച്ചറിനോടൊപ്പം എണ്ണണേ. 1 2 3 4 5 6 7 8 9 10. ആകെ 17 10 രൂപ നോട്ടുകൾ ഉണ്ടായിരുന്നു. 10 രൂപ നോട്ടുകൾ ടീച്ചർ ഇവിടെ എടുത്തു വെച്ചു. ഇനി എത്ര 10 രൂപ നോട്ടുകൾ ഉണ്ടാവും? 7 10 രൂപ നോട്ടുകൾ. എത്ര രൂപയായി? 70 രൂപ അല്ലേ? അത് നമുക്കറിയാം. ഇതും നമുക്കറിയാം. 10 രൂപ നോട്ടുകൾ ഒരുമിച്ച് ചേർന്നാൽ എത്രയാവും? അതേ, 100 രൂപ അല്ലേ? ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ്റെ കയ്യിൽ 100 രൂപയുടെ വേറെ നോട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് 10 രൂപയുടെ നോട്ടുകൾ കടയിൽ കൊടുത്തത്. ഈ 10 രൂപകൾ ചേർന്നാൽ എത്ര രൂപയായി? 100 രൂപ, 100 റുപ്പി അല്ലേ? അതും കൂടി ആദ്യത്തെ 200 രൂപയോടൊപ്പം വെച്ചാലോ? ദാ ടീച്ചർ ആദ്യത്തെ 200 രൂപയോടൊപ്പം ഈ 100 രൂപ കൂടി വെക്കുന്നു. ഇപ്പോൾ എത്ര രൂപയായി? 300 രൂപയായി അല്ലേ? മോൻ എന്താ പറഞ്ഞത്? ഈ 10 രൂപകൾക്ക് പകരം 100 രൂപ നോട്ട് വെക്കാമെന്നോ? ശരിയാ, വെക്കാം. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ്റെ കയ്യിൽ 100 രൂപ നോട്ട് ഇല്ലായിരുന്നത് കൊണ്ടാണ് ഇത്രയധികം 10 രൂപകൾ കൊടുത്തതല്ലേ? നമ്മുടെ കയ്യിൽ ധാരാളം കൽനോട്ടുകൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ 10 രൂപ നോട്ടുകളെ മാറ്റി വെച്ചിട്ട് പകരം 100 രൂപ നോട്ട് കൂടി നമുക്ക് എണ്ണാൻ എളുപ്പത്തിന് ഇവയോടൊപ്പം വെക്കാം. നേരത്തെ എത്ര 100 രൂപ നോട്ടുകളാണ് ഉണ്ടായിരുന്നത്? 2 എണ്ണം. ഇപ്പോൾ 100 രൂപ നോട്ടും കൂടെ ടീച്ചർ വെക്കുകയാണ്. ഇനി ആകെ എത്ര 100 രൂപ നോട്ടുകളായി? നോക്കൂ, 3 100 രൂപ നോട്ടുകൾ അല്ലേ? കൂട്ടുകാർ നോട്ട് ബുക്കിൽ ഒന്ന് എഴുതിക്കേ. 3 100 രൂപ നോട്ടുകൾ. 300 എഴുതിയില്ലേ? 100 രൂപ നോട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് മറക്കല്ലേ. എവിടുന്നാ വന്നത്? അതെ, 10 രൂപ നോട്ടുകൾ മാറ്റി വെച്ചിട്ട് 100 രൂപ നോട്ട് നമ്മൾ 200 രൂപ നോട്ടുകളോടൊപ്പം വെച്ചു. 10 രൂപ നോട്ടുകൾ മാറ്റി വെച്ചിട്ട് അതിന് തുല്യമായ 100 രൂപ നോട്ട് കൂടി ഇതോടൊപ്പം വെച്ചു. 300 രൂപയാക്കി. ഇനിയുമുണ്ടല്ലോ ബാക്കി. ഏതൊക്കെയാ ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞേ. 7 10 രൂപ നോട്ടുകളും പിന്നെയോ 1 രൂപയുടെ 5 നോട്ടുകളും. അവയും ഇതോടൊപ്പം ചേർക്കണ്ടേ? നോക്കാം, ഇപ്പോ എത്ര രൂപയായി? 300 രൂപ, 300 റുപ്പീസ്. ഇനി ബാക്കിയുള്ള 10 രൂപ ഒന്നെണ്ണി നോക്കാം. 1 2 3 4 5 6 7. തെറ്റിപ്പോയില്ലല്ലോ. 1 2 3 4 5 6 7. 7 10 രൂപ. 7 10 രൂപ എത്രയാണെന്ന് കൂട്ടുകാർ നേരത്തെ പറഞ്ഞു. എത്രയാ? 70 രൂപ. 7 10 രൂപകൾ ചേർന്നാൽ 70 രൂപയായി. ഈ 7 10 രൂപകൾ കൂടി 300നോടൊപ്പം വെച്ചാലോ എത്രയാകും? എല്ലാവരും പറഞ്ഞല്ലോ, 370 രൂപ അല്ലേ? നോക്കൂ, ഇനി നോട്ട് ബുക്കിൽ അതും കൂടി എഴുതാം. 7 10 രൂപകൾ 70. 7
10 rupees notes. 70 rupees. ഇതാ നോക്കൂ, ഇപ്പോൾ എത്ര രൂപയായി? 3 100 രൂപയും 7 10 രൂപകളും. എങ്ങനെയാ? 300 rupees and 7 10 rupees. ആ, മിടുക്കർ, മറന്നുപോയില്ലല്ലോ. 1 രൂപയുടെ നോട്ടുകൾ കൂടെ ഉണ്ടല്ലേ? 1 രൂപയുടെ എത്ര നോട്ടുകളാ ഉള്ളത്? 5 നോട്ടുകൾ. 1 രൂപയുടെ എത്ര നോട്ടുകൾ? 5 നോട്ട്സ്. ശ്രദ്ധിക്കൂ, ഈ നോട്ടുകളും ഇതോടൊപ്പം വയ്ക്കണം. ഇനി പറയാൻ എളുപ്പമല്ലേ? 300 70 5. 375. 375 rupees. മനസ്സിലായില്ലേ? വിഷമം മാറിയില്ലേ? എന്നാലും ചിലർക്കെന്തോ ഒരു വല്ലായ്മ പോലെ. ഇനിയും എന്തോ ചെറിയ സംശയം. ആ സംശയം നമുക്ക് മാറ്റാം. ഇങ്ങോട്ട് നോക്കൂ. ഇതെന്താണ്? പ്ലേസ് വാല്യൂ പോക്കറ്റ്, സ്ഥാനവില പോക്കറ്റ് അല്ലേ? കൂട്ടുകാർ കണ്ടിട്ടുണ്ട്, ധാരാളം സംഖ്യകൾ അതിൽ വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടി ടീച്ചർ ഈ നോട്ടുകൾ വയ്ക്കാം, ബുദ്ധിമുട്ടുള്ള ചിലർക്ക് വേണ്ടി. നോക്കാം. എന്നാലും എല്ലാവരും ടീച്ചറിനോടൊപ്പം പറയണേ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര 100 രൂപ നോട്ടുകളുണ്ട്? 3. ഈ 3 100 രൂപ നോട്ടുകളെയും എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? അതെ, 100ന്റെ പ്ലേസിൽ, നൂറുകളുടെ സ്ഥാനത്ത്. ഇനി ഏത് നോട്ടുകളാണ് ഉള്ളത്? 10 രൂപയുടെ നോട്ടുകളും 1 രൂപയുടെ നോട്ടുകളും. 10 രൂപയുടെ എത്ര നോട്ടുകളുണ്ട്? 7 നോട്ടുകൾ. അതെവിടെയാണ് വയ്ക്കുന്നത്? 10കളുടെ സ്ഥാനത്ത്. ഇനി 1 രൂപയുടെ 5 നോട്ടുകൾ, അത് 1കളുടെ സ്ഥാനത്ത് വയ്ക്കാം. ഇനി നോക്കൂ, 3 നൂറുകൾ, 7 പത്തുകൾ, 5 ഒന്നുകൾ. വായിക്കാം. 375. വിഷമിച്ചിരുന്നവർക്കും സന്തോഷമായല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ എത്ര രൂപയാ കടയിൽ കൊടുത്തത്? 375. 375 rupees. നോട്ട് ബുക്കിൽ 370 വരെ നമ്മൾ രേഖപ്പെടുത്തിയുള്ളൂ അല്ലേ? ഇനി അതിന് തൊട്ട് താഴെ ഇങ്ങനെ എഴുതൂ: 1 രൂപയുടെ 5 നോട്ടുകൾ. എത്രയാ? 5. താഴെ എഴുതാം: ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ കടയിൽ കൊടുത്ത രൂപ. എത്ര രൂപയാ? 375. 375 രൂപയും കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ണിക്കുട്ടനും അച്ഛനും കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞ കാര്യം ഉണ്ണിക്കുട്ടൻ ഓർത്തത്. തിരികെ വരുമ്പോൾ ഒരു പാക്കറ്റ് പാല് കൂടി വാങ്ങണേ എന്ന്. ഉണ്ണിക്കുട്ടൻ ആ കാര്യം അച്ഛനെ ഓർമ്മിപ്പിച്ചു. അച്ഛൻ വേഗം പറഞ്ഞു: അയ്യോ, എൻ്റെ കയ്യിൽ ഒരു 500 രൂപ നോട്ട് മാത്രമല്ലേ ഉള്ളൂ. പാല് വാങ്ങാൻ പോകുമ്പോൾ അവിടെ ബാക്കി തരാൻ കാശില്ലെങ്കിലോ? നമുക്ക് ഈ കടയിൽ നിന്ന് ഈ 500 രൂപ നോട്ടിനെ ചില്ലറയാക്കി വാങ്ങാം. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ വീണ്ടും കടയിലേക്ക് കയറി. 500 രൂപ നോട്ടിനെ നമുക്ക് എങ്ങനെ ചില്ലറയാക്കാം? എന്തെങ്കിലും ആശയം മനസ്സിൽ വരുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച്. എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ഒരുപാട് കൈകൾ പൊങ്ങി വന്നല്ലോ. ഉത്തരം പറഞ്ഞോളൂ. എന്താണ്? 5 100 രൂപ നോട്ടുകൾ കിട്ടിയാൽ 500 രൂപയ്ക്ക് ചില്ലറയായി എന്നല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ 5 100 രൂപ നോട്ടുകൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് എടുക്കൂ, നോക്കാം. 1 2 3 4 5. 5 100 രൂപ നോട്ടുകൾ ചേർന്നാൽ 500 രൂപയായി. ഒരിക്കൽ കൂടി നോക്കാം.
1, 2, 3, 4, 5. 500 rupees notes. 500 rupees ആയില്ലേ? ഓക്കെ, മിടുക്കർ. ടീച്ചർ ഒരു കാര്യം പറയട്ടെ. കടക്കാരൻ ഇങ്ങനെ അല്ല ഉണ്ണിക്കുട്ടൻ്റെ അച്ഛന് കൊടുത്തത്. പിന്നെ എങ്ങനെ ആയിരിക്കാം? ആലോചിച്ചു നോക്കൂ. വേറെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഉണ്ടല്ലേ? എത്ര സാധ്യതകളുണ്ട്? 1, 2? അല്ല, ഒത്തിരി സാധ്യതകളുണ്ടല്ലേ? ഏതൊക്കെ നോട്ടുകൾ ഉപയോഗിക്കാം? എല്ലാ നോട്ടുകളും ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം, എല്ലാ നോട്ടുകളും ഉപയോഗിക്കാം. ഏതൊക്കെ നോട്ടുകൾ? 100 രൂപ ഉപയോഗിക്കാം, 50 രൂപയാകാം, 20 രൂപയാകാം, 10 രൂപയാകാം, 1 രൂപയാകാം. ഇതൊക്കെ വ്യത്യസ്ത എണ്ണത്തിൽ ഉപയോഗിച്ചാൽ 500നെ പലതരത്തിൽ ചില്ലറയാക്കാം. ടീച്ചർ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു 500 രൂപയെ 5 100 രൂപ നോട്ടുകളാക്കി ചില്ലറയാക്കാമെന്ന്. പക്ഷേ കടക്കാരൻ അങ്ങനെയല്ല കൊടുത്തത്. എങ്ങനെയായിരിക്കാം? ഒന്ന് നോക്കിയാലോ. എങ്ങനെ കൊടുത്തു കാണും? ഒരാളൊന്ന് പറഞ്ഞേ. എന്താണ്? 4 100 രൂപയും പിന്നെ 2 50 രൂപയെന്നോ? ശരി, അങ്ങനെയും കൊടുക്കാം. ഒരു 100 രൂപ അങ്ങ് മാറ്റി വെച്ചിട്ട് 2 50 രൂപ നോട്ടുകൾ എടുക്കാം. അങ്ങനെയാണെങ്കിലോ 2 50 രൂപകൾ ചേരുമ്പോൾ ഒരു 100 രൂപ, 2 100 രൂപ 200, 3 100 രൂപ 300, 4 100 രൂപ 400, 5 100 രൂപ 500. അതും ശരിയായി. ഈ 2 50 രൂപ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ വേറെന്തോ പറഞ്ഞു. അത് ടീച്ചർ കേട്ടില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്താണത്? 50 രൂപയ്ക്ക് പകരം 10 രൂപകൾ എടുക്കാമെന്നോ? അതായാലും ശരിയാണല്ലോ. എത്ര 50 രൂപ മാറ്റണം? എത്ര 10 രൂപ വയ്ക്കണം? പറഞ്ഞോളൂ. ഒരു 50 രൂപ മാറ്റണോ? ശരി, ടീച്ചർ ഇതിൽ നിന്ന് ഒരു 50 രൂപ മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ പകരം എത്ര 10 രൂപ വയ്ക്കണം? അതെ, 5 10 രൂപ അല്ലേ? ടീച്ചർ 5 10 രൂപ കൂടി ഇതോടൊപ്പം വെക്കുന്നു. 1 2 3 4 5. ടീച്ചറോടൊപ്പം നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നോക്കാം. 5 10 രൂപകൾ കൂടി വെച്ചില്ലേ? ഇത് 500 രൂപയാണോ എന്ന് സംശയമുള്ളവർക്ക് ഒന്നുകൂടി എണ്ണി നോക്കാം. കയ്യിൽ നോട്ടുണ്ടല്ലോ, നോക്കൂ. 5 10 രൂപകൾ. 1 2 3 4 5. ഇപ്പോൾ എത്ര രൂപയായി? 50 രൂപ. 50 രൂപയുടെ ഒരു നോട്ടും കൂടി ഇരിപ്പുണ്ടല്ലേ? ഈ 50 രൂപയുടെ ഒരു നോട്ടും കൂടി ആയപ്പോൾ എത്ര രൂപയായി? 100 രൂപ. വീണ്ടും 200 രൂപ, 300 രൂപ, 400 രൂപ, 500 രൂപ. 500 രൂപയുടെ ചില്ലറയായില്ലേ? ഇനി എത്ര സാധ്യതകളുണ്ട്? നാം നേരത്തെ പറഞ്ഞു, ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ? ഈ സാധ്യതകളൊക്കെ ഉൾക്കൊള്ളിച്ച് 500 രൂപയെ പലതരത്തിൽ ചില്ലറയാക്കി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ. 500 രൂപയെ മാത്രമല്ല, 1000 രൂപയെയോ 100 രൂപയെയോ 250 രൂപയെയോ എത്ര രൂപയോ വേണമെങ്കിൽ കൂട്ടുകാർക്ക് ചില്ലറയാക്കി എഴുതാൻ കഴിയും. 500 രൂപയെ ചില്ലറയാക്കിയ 3 സാധ്യതകൾ നാം ഇവിടെ കണ്ടു. ഏതൊക്കെ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് ടീച്ചർ പറഞ്ഞു? 100 രൂപയുടെ, 50 രൂപയുടെ, 20, 10, 1 രൂപ. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അതെ, 200 രൂപയുടെ നോട്ടുകളും നമുക്കിവിടെ ഉപയോഗിക്കാം അല്ലേ? അങ്ങനെ ഈ നോട്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ബോർഡിലേക്ക് നോക്കൂ. ചില സാധ്യതകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള സാധ്യതകളും ഇതുപോലെ ക്രമമായി നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്താലോ. കൂട്ടുകാരെ, ഒരു കാര്യം കൂടി ടീച്ചർ ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ വീട്ടിൽ
മുതിർന്നവരോടൊപ്പം നോട്ടുകൾ കൈമാറി ചില്ലറ വാങ്ങിയും സാധനങ്ങൾ വാങ്ങുന്ന കളികളും ചെയ്ത് ഈ പ്രവർത്തനം കൂടുതൽ മനസ്സിൽ ഉറപ്പിക്കാം. കൂട്ടുകാരെ, ടീച്ചർ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ പലതരം കളികൾ കളിക്കാറില്ലേ? എന്തൊക്കെ കളിക്കാറുണ്ട്? കുട്ടിയും കോലും കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, പിന്നെ എന്ത് കഞ്ഞിയും കറിയും വെച്ച് കളിക്കാറുണ്ട്, കടയിൽ പോകുന്ന കളി അതും ചെയ്യാറില്ലേ? ഉണ്ട്. ഈ സമയം കളിനോട്ടുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ കാശ് കൊടുക്കുകയും ചില്ലറ വാങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നന്നായിട്ട് ഉറപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ കളി എന്തായാലും കൂട്ടുകാർ ചെയ്യുമല്ലോ. ഇനിയും കൂടുതൽ കളികളും ഗണിത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടാറ്റാ.